രാഷ്ട്രീയം ചുറ്റിത്തിരിയുന്നത് ഇപ്പോൾ മുനമ്പത്തിന് ചുറ്റുമാണ്. മുനമ്പം സമരസമിതിക്ക് കത്തോലിക്ക സഭ നൽകിയ പിന്തുണയും ചർച്ച ചെയ്യപ്പെടുന്നു. കോട്ടപ്പുറം രൂപതയുടെ ഭാഗമായ മുനമ്പം സമരസമിതിക്ക് പിന്തുണ നൽകിയതിൽ എടുത്തു പറയേണ്ട പേര് രൂപതയുടെയും ഒപ്പം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ നിന്നുമാണ്. പുതിയ സംഭവവികാസങ്ങളിലേക്ക് മുനമ്പം വിഷയം എത്തുമ്പോൾ എന്താണ് കോട്ടപ്പുറം രൂപത കരുതുന്നത്? ബിഷപ്പ് ആംബ്രോസ് എന്താണ് കരുതുന്നത്? ബിഷപ്പ് ആംബ്രോസ് ആണ് ഇത്തവണ Q18 നമുക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. മുനമ്പം സമരത്തിന് എല്ലാ പരിഹാരവുമായി വഖഫ് നിയമ ഭേദഗതി ബില്ലോടെ എന്ന് ആവർത്തിച്ചു പറയുന്നു BJP നേതാക്കന്മാരെല്ലാവരും തന്നെ. അങ്ങനെ സഭ കരുതുന്നുണ്ടോ? കോട്ടപ്പുറം രൂപത അങ്ങനെ കരുതുന്നുണ്ടോ? ആദ്യ ചോദ്യം അതാണ്. സഭയും കോട്ടപ്പുറം രൂപതയും ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചതായിട്ട് കരുതുന്നില്ല. ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇത് കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ട്, പ്രത്യേകിച്ച് വഖഫ് ബോർഡിൻ്റെ പേരിൽ ഇവരുടെ പേരുകൾ രജിസ്റ്ററിൽ കയറിയിട്ടുണ്ട്. ആ പേരുകൾ രജിസ്റ്ററിൽ മാറിക്കഴിഞ്ഞു റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു വിധി വന്നു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ എല്ലാം സംഭവിച്ചു എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ആയതിനാൽ അത് തീരുന്നതുവരെ ഇവർക്ക് ഇത്രയും നാൾ 178-ാം ദിവസമാണ്. ഇത്രയും ദിവസമായിട്ടും ഇവരിപ്പോഴും സമരപന്തലിൽ തന്നെയാണ്. കാരണം ശാശ്വതമായ പരിഹാരം ആയിട്ടില്ല. ഈ സെക്ഷൻ 2A എന്നുള്ള ക്ലോസ് ഇതിനൊരു പരിഹാരമായി, ഇതാണ് ഇതിന്റെ പരിഹാരം എന്നാണ് BJP പറയുന്നത്. അതുകൊണ്ടാണ് എടുത്തു ചോദിക്കുന്നത്. അതേസമയം അത് വീണ്ടും വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് തള്ളിവിടുകയാണ് സമരസമിതിയെ ചെയ്യുക എന്നുള്ളൊരു വിലയിരുത്തലുകളും പല ഭാഗത്തും. സെക്ഷൻ 2A ഈ പ്രൊവീസ് വെച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഫറൂഖ് കോളേജ് ഒരു നമുക്ക് പറയാം ട്രസ്റ്റാണ് അല്ലെങ്കിൽ സൊസൈറ്റി ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ, അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അവർക്ക് അത് വിൽക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ അവർ ചെയ്തതെല്ലാം ശരിയാണല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വിധിയിൽ ഫറൂഖ് കോളേജ് വഖഫ് ബോർഡുമായിട്ട് നിലനിൽക്കുന്ന കേസിൽ മുൻപും പ്രദേശത്തുള്ള ആളുകൾക്ക് അതിൽ പങ്കുചേരുവാനായിട്ടുള്ള അവസരം വന്നിട്ടുണ്ട്. വരും ദിനങ്ങളിലൊക്കെ ഇതിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാവാം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 14 ദിവസത്തിനുള്ളിൽ ഇതിന് ശാശ്വതമായ പരിഹാരം, അത് നിയമപരമായ പരിഹാരമാണ്, ശാശ്വതമായ പരിഹാരമാണ്, അത് നടന്നു കിട്ടുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 14 ദിവസം കൊണ്ട് ഇതിന് പരിഹാരം, കാരണം ഇപ്പോൾ കോടതിയിൽ ഇതുമായിട്ടുള്ള ചർച്ച വന്നിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ 14 ദിവസം എന്ന് പറഞ്ഞത്. ഗവൺമെൻറ് തലത്തിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയത്, ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ വക്കീൽ അവിടെ ചെന്ന് അതുപോലെ തന്നെ വഖഫ് ബോർഡിൻ്റെ മന്ത്രിയും ഇത് ബോർഡിൽ ഇവരുടെ രജിസ്റ്ററിൽ നിന്ന് ഇവരുടെ പേര് മാറ്റാനുള്ള സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള പരിഹാരമാകും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതിനാലാണ് പറഞ്ഞത് ഇതിനുള്ള പരിഹാരം ഉടനെ ആകും. ഇത് അമെൻഡ്മെൻറ്റ് ബില്ല് വന്നതുകൊണ്ടല്ല, നേരത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ്. അപ്പോൾ ഈ അമെൻഡ്മെൻറ്റ് ബില്ല് വന്നത് അല്ല ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് എന്നാണോ? യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ട്രസ്റ്റ് ഡീഡ് ആയതുകൊണ്ടാണെന്നുള്ളതിന് അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ബുക്കിൽ വന്ന് പെട്ടുപോയത്. ഇത് 2007 ഗവൺമെൻറ് നിസാർ കമ്മീഷൻ വെച്ചു. നിസാർ കമ്മീഷൻ വെച്ച് കഴിഞ്ഞിട്ട് 2009 പിന്നീട് 9 ശേഷം 2019 ഇവരുടെ രജിസ്റ്ററിൽ കയറ്റുകയും ചെയ്തത്. പിന്നീട് അത് കഴിഞ്ഞ് 2022 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇവരുടെ പേര് ഇതിൻ്റെ അകത്ത് വഖഫ് ബോർഡിൻ്റെ രജിസ്റ്റർ കയറിപ്പോയി. അപ്പോൾ ഈ രജിസ്റ്ററിന് പേര് വെട്ടാത്തിടത്തോളം കാലം ഇവർക്ക് നിയമപരിരക്ഷയില്ല. ഇതിൻ്റെ മറ്റൊരു സൈഡിൽ കൂടി വഖഫിലെ ചില ഭേദഗതികളൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഞാനല്ല പല ആളുകളും. അപ്പോൾ അതിനുവേണ്ടി ഈ മുനമ്പത്തിൻ്റെ വിഷയത്തെ കുറച്ച് കൂടുതൽ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ KCBC മെത്രാന്മാരും അതുപോലെ തന്നെ CBC അവരിടപെട്ടത് ഇത് പ്രത്യേകിച്ച് അതൊരു ട്രസ്റ്റിൻ്റെ നിലയിലാണ് എന്നുള്ള നിലയിൽ വന്നാൽ അതിന് ആനുകൂല്യം കിട്ടും എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അമെൻഡ്മെൻറ്റ് എല്ലാം ഇങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിലല്ല. ഇല്ലായിരുന്നെങ്കിൽ JPCയുടെ മുമ്പിൽ പോകില്ലായിരുന്നു. JPCയുടെ മുന്നിൽ മെത്രാന്മാരും അതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പോയി പല കാര്യങ്ങളും
നടത്തിയത്. പക്ഷെ ഇപ്പോഴും വ്യക്തമായ ആ JPC മുമ്പിൽ കൊടുത്തതിൻ്റെ നിയമം ശരിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിഷപ്പ് പറഞ്ഞ ആ വരിയിൽ നിന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ മുനമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ വഖഫ് ബില്ലിൽ കൂടുതൽ കാര്യങ്ങൾ, വഖഫ് ബിൽ വഴി കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കി കിട്ടാൻ ചിലർ ശ്രമിച്ചു, അങ്ങനെയാണോ എന്ന് നമുക്ക് കേരളത്തിലുള്ളവർക്ക് നമുക്ക് ചിന്തിക്കാം. കാരണം കേരളത്തിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പായതാണ്. ഈ അമെൻഡ്മെൻറ്റ് ഈ വഖഫിനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോഴും ഇപ്പോഴും ലോക്സഭയിലും രാജ്യസഭയിലും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ MP പോയി പറഞ്ഞാൽ പോലും ഒന്നും നടക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത്. കാരണം നമുക്ക് വോയിസ് ഇല്ല, കേരളത്തിന് വോയിസ് ഇല്ല. കേരളത്തിലെ 20 മന്ത്രിമാർ പോയി പറഞ്ഞാൽ പോലും ഒന്നും നടത്താൻ പറ്റത്തില്ല. കാരണം അത് സെൻറ്ററിൽ നിന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാത്രമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഇത് ചർച്ച വന്നതുകൊണ്ട് ഈ വഖഫ് ബോർഡ് എന്താണെന്ന് കുറേ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് ഇപ്പം ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു, ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാം, അതൊരു ആശ്വാസകരമായ വഴിയാണെന്നും ഇതാണ് ഏക വഴി എന്നും സംസ്ഥാന സർക്കാർ. ജുഡീഷ്യൽ കമ്മീഷൻ ഇനിയും വരുന്നതിനെക്കുറിച്ച്, നേരത്തെ വന്നതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾക്ക് വലിയ അഭിപ്രായമില്ലായിരുന്നു. കാരണം ജുഡീഷ്യൽ കമ്മീഷൻ വന്നു, അദ്ദേഹം അത് വരുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇത് 1 മാസത്തിനുള്ളിൽ ചെയ്തു തരേണ്ട കാര്യമാണ്. കാരണം അതുകൊണ്ടാണ് ഈ ചിലപ്പോൾ പറഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ തീർത്ത് തരാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്ത. പിന്നെ ഇത് എന്താണ് നൂലാമാലകൾ കൃത്യമായിട്ട് നമുക്ക് ആർക്കും വ്യക്തമായി മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ 97-ൻ്റെ ആ ഒരു അധികാരം വെച്ച് ഗവൺമെൻറ് ചെയ്യാം എന്നുള്ളതാണ് നിയമ വിദഗ്ധർ പറയുന്നത്. അങ്ങനെയെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ഒരു കമ്മീഷൻ വെക്കേണ്ട കാര്യമില്ല. ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം കൊടുത്തത് സഭയാണ്. കാരണം LDFനും UDFനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ സമരസമിതിക്കൊപ്പം നിൽക്കുന്നത് BJP മാത്രമാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ പലയിടത്തും വന്നു എന്നുള്ളതാണ്. യഥാർത്ഥ കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കാനാണ് കേരളത്തെ സംബന്ധിച്ച്. ആരാണ് പറയുന്നത്? ചില വ്യക്തികൾ, ഇപ്പം മീഡിയ നമ്മൾ പറഞ്ഞില്ല, എല്ലാവരുടെ കയ്യിലും മീഡിയ ഇപ്പം വാട്സപ്പ് വഴിയും, അപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് ഇതാണ് പറഞ്ഞതെന്ന്. കോട്ടപ്പുറം രൂപതയോ അതുപോലെ തന്നെ KRLCC അല്ലെങ്കിൽ കേരളത്തിലെ ലത്തീൻ സഭയോ അല്ലെങ്കിൽ KCBC ഇതൊന്നും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ ഇത് പറഞ്ഞു ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരത്തുമ്പോൾ നമ്മൾ അതിൽ നിന്നും യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കും. അവർക്ക് ഇടയിൽ ഇപ്പോഴും ഉള്ളത് സങ്കോചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന ഏത് പാർട്ടിയാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ബില്ല് വന്ന ഉടനെ എന്നുള്ള വിധത്തിൽ ഇപ്പോൾ പെട്ടെന്ന് മീഡിയയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. KCBC പക്ഷെ പറയുന്നത് MP വോട്ട് ചെയ്യണം എന്നുള്ളൊരു സമ്മർദ്ദം KCBCയുടെ ഭാഗത്തു നിന്ന്. ദീപിക കത്തോലിക്ക സഭയുടെ മുഖപത്രം പറയുന്നു മതേതരത്വം CPMും കോൺഗ്രസും ക്രൈസ്തവരെ പഠിപ്പിക്കേണ്ട, BJP ആണ് സഹായിച്ചത് എന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിലൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി. അതൊരു സന്ദേശമല്ലേ? KCBCയും ദീപികയും ഇപ്പം KCBCനോട് ഇപ്പം അവിടെയുള്ള പ്രധാനപ്പെട്ട 3 പിതാക്കന്മാരോട് ഞാനും ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു, വഖഫ് നിയമം ഉടനെ എല്ലാം അമെൻഡ് ചെയ്യാനല്ല, നമുക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള അമെൻഡ്മെൻറ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് KCBCയും പറഞ്ഞതും CBCI പറഞ്ഞതും. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ എല്ലാം മാറ്റണം എന്നുള്ള രീതിയിലല്ല. കാരണം ഈ അമെൻഡ്മെൻറ്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമെൻഡ്മെന്റിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ബോർഡിൻ്റെ അകത്ത് മുസ്ലിങ്ങളല്ലാത്തവരെ ചേർക്കുക എന്നുള്ളത് അത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. രണ്ടാമതായിട്ട് ഞാൻ കാണാത്തൊരു കാര്യം, പ്രത്യേകിച്ച് 5 വർഷം മുസ്ലിമായ ആളുകൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ നമ്മൾ ഒരു വിധത്തിലും ഒരു കാര്യവും, പ്രത്യേകിച്ച് മുൻപുണ്ടായ പല കാര്യങ്ങളായിരിക്കാം, നമുക്ക് ഉള്ള നമ്മുടെ ഭാരതത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പല രീതിയിലുള്ള മതവിഭാഗങ്ങളുണ്ട്. യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ പൗരനുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബിഷപ്പിന്റെ രൂപതയിലെ അംഗങ്ങളാണ് മുനമ്പം സമര സമിതിയിൽ അവിടെയുള്ള ജനങ്ങൾ. ഈ ബില്ല് പാസ്സായ അടുത്ത ദിവസം 50 പേരാണ് ഒറ്റയടിക്ക് BJPയിലേക്ക് ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ വന്നപ്പോൾ ഈ അനുമോദന സമ്മേളനം നടത്തുന്നതും മുനമ്പം ജനതയാണ്, അത് സഭയുടെ കൂടി പിന്തുണയിലാണ് എന്നാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അതങ്ങനെയല്ലേ? അല്ല. കാരണം അവിടെ മുനമ്പത്തിൻ്റെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോട്ടപ്പുറം രൂപതയല്ല, അവിടുത്തെ കടപ്പുറം, അതായത് മുനമ്പം കടപ്പുറം നിവാസികളുടെ നേതൃത്വത്തിലുള്ള സംരക്ഷണ സമിതിയാണ്.
അവർക്കുള്ള പൂർണ്ണമായ പിന്തുണ കോട്ടപ്പുറം രൂപത കൊടുക്കുന്നുണ്ട്. കോട്ടപ്പുറം രൂപതയ്ക്ക് KCBC തരുന്നുണ്ട്, CBCI തരുന്നുണ്ട്. അവരുടെ വികാരിയച്ഛനോടും അവിടെയുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്, വൈകാരികമായി ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഞങ്ങൾക്ക് പറയാനേ സാധിക്കുകയുള്ളൂ, അവിടെ ആളുകൾ ഇങ്ങനെ ചേർന്നു അങ്ങനെ ചേർന്നു എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ചേർന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് ചേരണ്ടെന്നോ എന്ന് പറയാനുള്ള അവകാശമില്ല, അധികാരമില്ല. കാരണം അത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. ഏത് പാർട്ടിയിലായിരിക്കുക, ഏത് മതത്തിലായിരിക്കുക, ഇതിനൊന്നും എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് അവരുടെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ എന്തും ആയിക്കോട്ടെ. പക്ഷേ ഇനി അവർ എന്നോട് പറയുകയാണ്, അല്ലെങ്കിൽ കോട്ടപ്പുറം രൂപതയോട് പറയുകയാണ്, ഞങ്ങളുടെ ആവശ്യമില്ല, പിന്തുണ ആവശ്യമില്ല, ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. ഇതിന് പരിഹാരമായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞങ്ങൾ ഇടപെട്ടോ അല്ലെങ്കിൽ ഇടപെട്ടില്ലേ എന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനും ആഗ്രഹമില്ല. ഒരു പക്ഷേ കരുതിയതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കടന്നുപോയി എന്നാണോ? അത് ഉണ്ടാകുമെന്ന് എനിക്ക് നേരത്തെ തന്നെ ചിന്ത ഉണ്ടായിരുന്നു. അത് ഏത് ഗ്രൂപ്പ് എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് വൈകാരികമായിട്ട് ഇടപെടരുത് എന്നുള്ള നിലയിൽ അവരോട് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. വേണമെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പുണ്ടാവാം, ഇല്ലെങ്കിൽ ഇതിനെ തകർത്ത് കളയാൻ വേണ്ടി മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടാവാം. ഏത് പാർട്ടിയാണോ, ഏത് സഖ്യകക്ഷികളാണോ, ആരാണെന്ന് വെച്ച് കഴിഞ്ഞാലും ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഓപ്പണായിപ്പെടും. അവരെ സഹായിക്കാനായിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ അതിനിപ്പോൾ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളും ഇതിന് ശേഷമുള്ള ഒരു ചരിത്ര പഠനം ഉണ്ടാവും, ആരാണ് സഹായിച്ചതെന്ന്. നമുക്ക് പറഞ്ഞില്ലേ, ആരെയും കണ്ണിൽ പൊടിയിടാൻ പറ്റത്തില്ല. പത്രങ്ങളിൽ വന്ന വാർത്തകളും ചരിത്ര പഠനവും എന്ന് പറയുന്നത് കത്തോലിക്ക സഭ BJPയോട് അടുക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം പല വിധത്തിലുള്ള ഈ ആർട്ടിക്കിളും പല വിധത്തിലുള്ള പത്ര വാർത്തകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വൺ സൈഡഡ് ആയി പോകരുത്. അതാണ് ഈ നേർക്കാഴ്ചയിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. രണ്ട് കണ്ണ് തന്നിരിക്കുന്നത് ഒറ്റയ്ക്കുള്ള കാഴ്ച കാണാൻ വേണ്ടിയല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാടിനെ CPMന്റെ നിലപാട്, ലത്തീൻ സമുദായമൊക്കെ ആ തരത്തിൽ പിന്തുണയൊക്കെ കൊടുക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് CPM. ഈ വിഷയത്തിനകത്ത് ഇത് നീട്ടി വലിച്ചു കൊണ്ടുപോയി വഷളാക്കി എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ട്. അങ്ങനെ തന്നെയാണോ കരുതുന്നത്? ഈ മന്ത്രി രാജീവ് പലപ്പോഴും ഞങ്ങളുമായിട്ട് സംസാരിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇപ്പം ചില കാര്യങ്ങൾ, ഇപ്പം ചില നിയമങ്ങൾ റെട്രോസ്പെക്റ്റീവ് അല്ല എന്നും കാര്യം പറയുമ്പോഴും അതുപോലെ തന്നെ അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. അഡ്വക്കേറ്റ് ജനറൽ ഇനി ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ആ നിയമങ്ങൾ പാസ്സാക്കാനായിട്ടുള്ള കൂടെ നിൽക്കണം, ഒന്ന്. രണ്ടാമതായിട്ട് ഈ വഖഫ് ബോർഡിലെ മന്ത്രി അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന ആ വാക്കുകൾ അത് മാറ്റണം, പിൻവലിക്കണം. ഇത് രണ്ടും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇത് നീട്ടിവലിച്ചു കൊണ്ടുപോകും തോറും അനാവശ്യമായിട്ടുള്ള. സംസ്ഥാന സർക്കാരിനെ ഇപ്പോഴും രൂപത വിശ്വസിക്കുന്നുണ്ട് ഈ വിഷയം? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ രൂപതയിൽ എല്ലാവരും പല അഭിപ്രായങ്ങളായിരിക്കാം. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ വിശ്വസിക്കുക എന്നുള്ളത് അവർ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് പിന്നെ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഒരു വർഷവും 3 മാസമായിട്ടുള്ളൂ. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പല സമരങ്ങളുണ്ടാവും. ഈ സമരങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മുനമ്പത്തെ സമരം വളരെ മാതൃകാപരമായ രീതിയിലാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് നിർത്താൻ പറഞ്ഞാലും എന്തിനാ നിർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിർത്തേണ്ടത്? അതിനുള്ള പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ എന്തിനാണ് നിർത്തുന്നത്? പരിഹാരം കാണുന്നത് വരെ. അതുകൊണ്ടാണ് ശാശ്വതമായി പരിഹാരം കാണുക എന്ന് പറഞ്ഞു. ഈ കോൺഗ്രസിന്റെ വിഷയത്തിലാണെങ്കിൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ അവർക്ക് നിലപാടെടുക്കേണ്ടതായിട്ട് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന് MP-മാരോട് നിർദ്ദേശം കൊടുക്കുക, അങ്ങനെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി ലീഗിന്റെ നിലപാടിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചു സഭയുടെ നിലപാട് എന്നുള്ളൊരു വിമർശനം. ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ഇവരുടെ പരിഹാരം അതിനുവേണ്ടി നിന്നിരുന്നു, കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് കൂടെ നിൽക്കുന്നത്, ആരാണ് ഇല്ലാത്തത്. എങ്ങനെയായാലും ഇപ്പം കൂടെ നിൽക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കും എന്നുള്ളത് അത് ഞാനല്ല ചേർത്ത് പിടിക്കുന്നത്, അവിടുത്തെ ആളുകളാണ്. ഈ മുനമ്പം ഒരു സ്റ്റെപ്പ് സ്റ്റോൺ ആണ് എന്നാണ്, ലാൻഡ് മാർക്കാണെന്നാണ്
BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അതായത് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ BJPക്ക് കഴിയുന്നു മുനമ്പത്ത് നിന്ന് എന്നുള്ളൊരു ആത്മവിശ്വാസം പല നേതാക്കന്മാരുടെ വാക്കുകളിലൊക്കെ ഉണ്ട്. അങ്ങനെയാണോ? ഇപ്പോഴും ഈ പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും വലിയ കാര്യമായിട്ട് വേരൂന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കത് പോസിറ്റീവായിട്ട് തോന്നുന്നത് വലിയ കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു കാര്യം വന്നപ്പോഴേക്കും ജനങ്ങളോട് കൂടെ നിൽക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നും വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിജയമായിട്ട് നമുക്ക് കാണാം. അത് മറ്റുള്ള പാർട്ടികളും കണ്ടുപഠിക്കേണ്ടതാണ്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. മുസ്ലിം സമുദായ സംഘടനകളെല്ലാം ബില്ലിനെ എതിർക്കുന്നു. ക്രൈസ്തവ സഭാധ്യക്ഷന്മാരടക്കം ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന് നിർദ്ദേശം പറയുന്നു. അപ്പോൾ ഇതിലൊരു ഹാർമണി പ്രശ്നം വരികയാണോ എന്നുള്ളൊരു ചർച്ചയൊക്കെ എനിക്ക് തോന്നുന്നു ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഒന്നുമില്ല. ചില റാഡിക്കലായിട്ടുള്ള ചില സംഘടനകളായിരിക്കാം ഇതിനെ എതിർക്കുന്നത്. മറ്റു വ്യക്തിപരമായി വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ അറിയാവുന്ന അവർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്നുള്ള നിലയിലാണ് പറയുന്നത്. അവരുടെ ആ പൊസിഷൻ തന്നെ ഉൾക്കൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭയും പറയുന്നത്. അല്ല, ബിഷപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു നെഗറ്റീവ് ചില വശങ്ങളാണ് അവർ എടുത്തു പറഞ്ഞത്. അതെ, അതുകൊണ്ടാണ് പറയുന്നത്. ഈ നെഗറ്റീവ് എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് എല്ലാം നെഗറ്റീവാണെന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം പോസിറ്റീവായിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഇപ്പം പറയുന്നത് ഈ നമ്മളിപ്പോൾ വഖഫാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത്, പെട്ടെന്ന് ചെയ്തിരിക്കണമെന്നുള്ളത്, അത് ചെയ്യണം. പിന്നെ അത് പോർട്ടലിൽ വരുത്തണം. പോർട്ടലിൽ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം നമുക്ക് ഒന്നിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും റെക്കോർഡ് ഉണ്ടെങ്കിൽ എന്തിനും പേടിക്കണം? ഈ ബില്ലിൽ ദുരുദ്ദേശമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് പഠിക്കണം. അതാണോ നിലപാട്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം വേറെ ഏതെങ്കിലും ഇതുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഇപ്പോൾ ഇത്രയും ഈ ഭേദഗതിയിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് പറ്റിയേക്കുന്നത് 2A ക്ലോസാണ്. അതുമാണ് വ്യക്തമായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബില്ല് പാസ്സാകുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇത് ഈ മുനമ്പവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാനും അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉള്ളവരൊക്കെ ഇതിൻ്റെ പിന്നാലെ പോയത്. അല്ലെങ്കിൽ അത്രയും കൂടി പോയില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ ദേഹത്ത് തൊടുന്ന കാര്യങ്ങൾ വരുമ്പോഴേ നമ്മളെല്ലാവരും തന്നെ ഉണർന്നിരിക്കുള്ളൂ. ചർച്ച് ബില്ലിന് പിന്തുണ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു BJP നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അൽമായ സമിതിയിൽ അവർ പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു. അതായത് അടുത്ത വഖഫ് ബില്ലിന് ശേഷം ഇനി ചർച്ച് ബില്ലായിരിക്കും എന്നുള്ള അങ്ങനൊരു ആശങ്ക കരുതുന്നുണ്ട്. ചർച്ച് ബില്ലിനെ കുറിച്ച് പോയി പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാമതായിട്ട് ചർച്ച് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ ആളുകൾക്ക് അറിയില്ല. ചർച്ച് ബില്ല് 1927 ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും ചർച്ച് ഓഫ് ഇന്ത്യയും തമ്മിൽ ചെയ്തിരിക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? അന്ന് കുഷ്ഠരോഗികൾ മറ്റൊക്കെ ഉണ്ടായപ്പോൾ മിഷണറിമാർ ഇവിടെ വന്ന് ഹോസ്പിറ്റൽ മറ്റൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് സ്ഥലം ആവശ്യമുണ്ടായത് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ വേണമെന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് റോമൻ ചർച്ചയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഇവിടെയുള്ള സ്ഥാപനങ്ങളോ മറ്റൊക്കെ ആണെങ്കിൽ അതെല്ലാം തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ ക്രൈസ്തവ സമുദായമായിട്ട് ബന്ധപ്പെട്ട് ഈ വഖഫിലുള്ളതുപോലെ ബോർഡിനകത്ത് അക്രൈസ്തവരായിട്ടുള്ള അംഗങ്ങൾ വരാം, വഖഫിലെ പോലെ തന്നെ. അപ്പോൾ എതിർക്കാൻ കഴിയില്ലല്ലോ എന്നാണ് ചോദ്യം. മതപരമായ കാര്യങ്ങൾക്ക് എന്തുട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ വേറെ ബോർഡുമില്ല. ആയിക്കോട്ടെ, പാരിഷ് കൗൺസിലുണ്ട് ഓരോ ഇടവകയിൽ. പാരിഷ് കൗൺസിലിൽ അവിടെ കാലത്ത് കുർബാന വേണോ വൈകുന്നേരം കുർബാന വേണോ തീരുമാനിക്കാൻ വേണ്ടി മറ്റുള്ളവർ വരേണ്ട കാര്യം ഉണ്ടാവില്ല. അത് അവർക്കും താല്പര്യം ഉണ്ടാവില്ല. സ്വത്ത് അവകാശങ്ങളിൽ, സ്വത്ത് തർക്കങ്ങളിൽ മുനമ്പം ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്നാണ് BJP പറയുന്നത്. ആ സമരവും അതിനൊപ്പം പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ സഭാ തർക്കങ്ങൾ കുറേ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പല സഭകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതും ഈ സ്വത്ത് തർക്കങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യമാണ്. അതിനകത്ത് പക്ഷേ BJP ഒരിക്കലും എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടില്ല. അതിലൊരു ഡബിൾ നിലപാടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാർട്ടിയുടെ ഇടപെടലിനെ കുറിച്ച് ഞാൻ പറയാൻ വലിയ ആളൊന്നുമല്ല. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഈ കേരളത്തിലെ കാര്യങ്ങളല്ല, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വലിയ ആക്രമണങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചരിത്രം മറന്നു പോകുന്ന ആളുകൾ അത് ചിലപ്പോൾ നമ്മൾ ഫനാറ്റിക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് ഇത്രയും നാളിപ്പോൾ ഈ ശുശ്രൂഷിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ശത്രുക്കളായി തീരാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് അവിടെ നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പള്ളി ആക്രമിക്കപ്പെടുന്നു? ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കാത്തത്. ഈ ജബൽപൂരിലടക്കം നടക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ അത് കേരളത്തിലും ക്രൈസ്തവ അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും.
ആ വിഷയത്തിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത് അവിടെ പള്ളികൾ ആക്രമണം നടത്തുന്നവർ ഇവിടെ സമരത്തിന് പിന്തുണ നടക്കുന്നത് പ്രഹസനമാണെന്നാണ് BJPക്കെതിരെയുള്ള ആരോപണം. അതുകൂടി പരിശോധിക്കേണ്ട കാര്യമാണെന്നാണോ നേരത്തെ ചരിത്ര പഠനം വേണം എന്നതായിട്ട് ബിഷപ്പ് ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ ചരിത്ര പഠനത്തിൽ അതൊക്കെ എല്ലാം വരും. കാരണം ഞാൻ പറഞ്ഞത് കേരളം വേറെ, ഈ നോർത്ത് ഇന്ത്യയുടെ നടക്കുന്ന വേറെ. അത് നമുക്കറിയാം. കാരണം കേരളത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ ഈ എല്ലാ മന്ത്രിമാരും വിചാരിച്ചാൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ള അറിയാം. നമുക്കിവിടെ കിടന്ന് ശബ്ദിക്കാനേ പറ്റുള്ളൂ. ആർക്കും ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. മണിപ്പൂരിൽ ഇത്രയും നാൾ നടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ആർക്കും ഇടാൻ പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് അവിടെ ഇവിടെ നിന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം കഴിവില്ലാത്തവരാണ് എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക ഈ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. കൊന്നാൽ പോലും ക്ഷമിക്കുക എന്നുള്ളതാണ്. ഒരു പാർട്ടിക്ക് വോട്ട് ആയിട്ട് അത് പോകുന്നുണ്ടെങ്കിൽ അതിൽ ഈ എല്ലാ ഘടകങ്ങളും വരും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വരും. അതായത് ഒരു സമരത്തിന് നൽകിയ പിന്തുണ മാത്രമായിരിക്കില്ല, മുഴുവൻ ഈ രാജ്യത്ത് എടുക്കുന്ന നിലപാടുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടും. അങ്ങനെ കൂടിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതെല്ലാം വ്യക്തമായിട്ട് അതാ പറയാം, ഇനിയും പഠിച്ചു വളരാനുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് ചില പാർട്ടിയുടെ ലേബലിൽ തന്നെ അടിമയായി പോകുന്നവരുണ്ട്. അങ്ങനെ അടിമയായി പോകാതെ ഓരോ കാര്യങ്ങളൊക്കെ കാരണം മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളും ഇപ്പോൾ കുറേ കൂടിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അടിസ്ഥാനമാക്കി ഈ കതിരും പതിരുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്രയായിരിക്കുള്ളൂ നടത്തുക എന്നാണ് ചിന്തിക്കുന്നത്. അതായത് മുനമ്പം അടുത്ത തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, വോട്ടുകളെ ബാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിലെ ജനത രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളതാണ്. അവർക്ക് നെല്ലും പതിരും വേർതിരിച്ചറിഞ്ഞ് ഈ വിഷയത്തിനകത്ത് കൃത്യമായൊരു നിലപാടെടുക്കാൻ അറിയാം എന്നുകൂടിയാണ്. മുനമ്പം മാത്രമല്ല, ലത്തീൻ സമുദായം ഞങ്ങൾ ശക്തമായ രാഷ്ട്രീയ നിലപാട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുനമ്പത്തെ കണ്ടിട്ട് മാത്രമല്ല, മുനമ്പം ഒരു വസ്തുത. അതുകൂടാതെ ഞങ്ങളിപ്പം ഈ എന്തുകൊണ്ട് ചില ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതൊക്കെ കിട്ടണം എന്ന രീതിയിൽ അതിന് പാർട്ടി തലത്തിലും മറ്റു രീതിയിലൊക്കെ അവരൊക്കെ ഒന്ന് എംപവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാന്നിധ്യമൊക്കെ കത്തോലിക്ക സഭ വഴിയെങ്കിലും ശക്തമാക്കണമെന്ന് 50 എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതിന് മുന്നിൽ ഈ കോട്ടപ്പുറം രൂപത ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേത് രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടാണ്? രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് പറയാനായിട്ട് ഇപ്പം പറഞ്ഞില്ലേ. ഇപ്പം നമുക്ക് പിന്നെയും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരു പാർട്ടിനോട് അയിത്തമില്ല എന്നുള്ളതാണ്. സിറോ മലബാർ സഭ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായേക്കാം, അതിനുള്ള സാഹചര്യമൊക്കെയാണ് എന്ന് പാമ്പ്ലാനി പിതാവ് പറയുകയുണ്ടായി. അത് സമുദായവും അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ട്. അതെ, പാമ്പ്ലാനി പിതാവ് പറഞ്ഞതിൻ്റെ കാരണം വനനശീകരണമായിട്ട് ബന്ധപ്പെട്ട്, വനനശീകരണം മാത്രമല്ല മുനമ്പും പരാമർശിച്ചിരുന്നു ആ സമയത്ത്, ചേർത്ത് വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം മുനമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ നമ്മളുടെ ഈ വന്യമൃഗ അവരുടെ ആക്രമണം, ഇതിൽ നിന്നൊക്കെ എത്രമാത്രം ജനങ്ങൾക്ക് മടുപ്പ് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കാരണങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് KCBCയിലോ CBCയിലൊക്കെ ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. പിന്നെ ഓരോ രൂപതാധ്യക്ഷനൊക്കെ അവർ പറയാനുള്ള അവകാശാധികാരം ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നു. കോട്ടപ്പുറം രൂപതയാണ് ഈ ഒരു പിന്തുണ സമരസമിതിക്ക് നൽകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴും ഈ നേരത്തെ ഇപ്പം ഇത്രയും ദിവസമായി തുടക്ക സമയങ്ങളിൽ ഈ ജനശ്രദ്ധ അല്ലെങ്കിൽ ഇത്തരം ആ ഒരു ഫോക്കസ് ഒന്നും കിട്ടിയിരുന്നില്ല, അങ്ങനെ ഒരു ഉള്ളിൽ ആ ഒരു പരാതിയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ 2022 ഇവർക്ക് ഉള്ള ഈ ബുദ്ധിമുട്ടുകൾ അവർ തുടങ്ങിയെങ്കിൽ 2023 ഇപ്പം എൻ്റെ നവംബറിൽ എനിക്ക് എൻ്റെ പേര് വന്നു. അതിനുശേഷം ഡിസംബറിൽ ഇവർ വന്നു ഈ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞത് മുതൽ ഞങ്ങളുടെ വികാരി ജനറൽ അടക്കം ഞാനും അടക്കം ഞങ്ങൾ ഒരുമിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓരോ കാര്യങ്ങൾ ഈ സമരം തുടങ്ങുന്നവർ വഞ്ചി സ്ക്വയറിൽ ആ ഒരു സമരം നടത്തിയപ്പോൾ പോലും മാധ്യമങ്ങൾ മീഡിയ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഗുഡ്നസ് TVയും ഷക്കീന TVയും ദീപികയും അവരോട് വളരെ നന്ദി പറയുക. കാരണം അവരാണിത് ചേർത്ത് പിടിച്ചു. മാധ്യമങ്ങൾ മാത്രമാണോ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ആ സമയത്ത് മാറി നിൽക്കുകയായിരുന്നു? ആദ്യം തുടക്കത്തിൽ എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ എല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് വീഡിയോകളെല്ലാം തന്നെ മാധ്യമങ്ങളിലേക്ക് പോയത്. അന്നേരം എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് പല പാർട്ടികൾക്കും അവരുടേതായ, ഞാൻ മനസ്സിലാക്കുന്നത് ചില അവിടെ വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാകും എന്നുള്ള ചില ചിന്തകളും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മറ്റേ അറിയിപ്പുകൾ വഴി ചിലർക്ക് വരാൻ പറ്റാതെ ഉണ്ടാകും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു രീതി ചിന്തിക്കും എന്നുള്ള അത്
എല്ലാവരും നോക്കേണ്ടതാണ്. പക്ഷേ അതേസമയം മറ്റു ചില പാർട്ടികൾക്ക് അതിനങ്ങനെ ഒരു തടസ്സമില്ലാതിരുന്നതുകൊണ്ട് എളുപ്പത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. അതായത് LDF-നെ UDF-നെ കൈവിട്ടിട്ടില്ല കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ ഇപ്പോഴും. കത്തോലിക്ക സഭയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാം, ഞാൻ ആരെയും തട്ടിക്കളയുന്നില്ല. കാരണം ആരാണോ കൂടുതൽ നമ്മളുടെ ഈ ഇതിന് വേണ്ടി സഹായിക്കുന്നത് എന്ന് നോക്കി കണ്ടുകൊണ്ട്, കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞു പാരലായിട്ട് നമ്മളെ സഹായിക്കുന്നവരുണ്ടായിരുന്നു, അത് ചിലപ്പോൾ പാർട്ടിപ്പെട്ടവരായിരിക്കാം. അപ്പം ഇപ്പോൾ ഇവർ അവിടെ ചെന്ന് പറഞ്ഞു എനിക്ക് അവർ തള്ളി പറയാൻ പറ്റത്തില്ല. അവർ കൂടെയുണ്ട്, കൂടെ നിൽക്കുന്ന ആരെയും തള്ളിക്കളയാൻ പാടില്ല. അതൊരു ജെൻറ്റിൽനെസ്സാണ്. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതിനപ്പുറത്തേക്ക് മുനമ്പം പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ബിഷപ്പിനുണ്ട്. അത് തന്നെയാണ് കേരളത്തിൻ്റെ മനസ്സിലുമുള്ളത്. വളരെയധികം നന്ദി ഞങ്ങൾക്ക്. താങ്ക് യു.